ഹായ് എവ്രി വൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സയന്റിഫിക് ഓഫീസർ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിക്കുള്ള എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ MSc കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, MSc ഫോറൻസിക് സയൻസ് ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി അതിന്റെ സിലബസിൽ ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫോറൻസിക് സയൻസ്. അപ്പൊ ഫോറൻസിക് സയൻസിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാണ് കീലോസ്കോപ്പി. അപ്പൊ കീലോസ്കോപ്പി എന്ന് പറയുന്ന ടേം അധികം എല്ലാവർക്കും അങ്ങനെ സുപരിചിതമായിട്ടുള്ള ഒരു ടേം അല്ല. ഇപ്പൊ നമ്മൾ ഫോറൻസിക് സയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടുതൽ അറിയുന്നത് ഫിംഗർ പ്രിന്റ്സ്, അല്ലെങ്കിൽ പാം പ്രിന്റ്, ഫുഡ് പ്രിന്റ്, അല്ലെങ്കിൽ DNA അങ്ങനെയുള്ള പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ടെക്നിക്സ് ആണ്. അതുപോലെ ഒരു പേഴ്സണൽ ഐഡന്റിഫിക്കേഷന് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കീലോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ കീലോസ്കോപ്പി എന്ന് പറയുന്ന വേർഡ് നമുക്ക് എന്താണ് കീലോസ്കോപ്പി എന്നുള്ളത് നമുക്ക് ഇന്നുള്ള ഫെർദർ സ്ലൈഡ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ കീലോസ്കോപ്പി എന്ന് പറയുന്നത് ലിപ് പ്രിന്റ്സിന്റെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. കീലോ എന്ന വേർഡിന്റെ മീനിങ് ലിപ്സ് എന്നും സ്കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി എന്നും. അപ്പൊ അങ്ങനെ ടുഗെദർ ആ പേരിന് നമുക്ക് കീലോസ്കോപ്പി എന്ന് വിളിക്കാം, വിച്ച് ഇസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ലിപ് പ്രിന്റ്സ്. ഇതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ ടേം ഡിറൈവ് ചെയ്ത് വന്നത്. ഇനി ലിപ് പ്രിന്റ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പുതിയതായിട്ടുള്ള ഒരു കാര്യമാണ്. ലിപ് പ്രിന്റ്സ് എന്തുകൊണ്ട് പഠിക്കുന്നു, ലിപ് പ്രിന്റ്സിന് എങ്ങനെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ പുതിയ ഒരു ഇൻഫർമേഷൻ ആയിരിക്കും എല്ലാവർക്കും. അപ്പൊ നമ്മൾ ഈ ഫിംഗർ പ്രിന്റ്സ് ഒക്കെ പറയുന്ന പോലെ തന്നെ ലിപ് പ്രിന്റ്സും ഓരോ ആൾക്കാരിലും വ്യത്യസ്തമാണ്. എവ്രി വൺ ഹാസ് എ യുണീക് ലിപ് പ്രിന്റ് പാറ്റേൺ. അപ്പൊ ഓരോരുത്തരിലും ഉണ്ടാവുന്ന ഇപ്പൊ നമുക്ക് ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ ഈ ലിപ് പ്രിന്റ്സിൽ ഓരോ വരകളും ചുളിവുകളും എല്ലാം ഉണ്ട്. അപ്പൊ അത് എല്ലാ പേഴ്സണിലും ഡിഫറെന്റ് ആണ്. അങ്ങനെയാണ് ഓരോരുത്തരിലും ഉള്ള ലിപ് പ്രിന്റ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും അങ്ങനെ ഒരു വ്യക്തിയിലോട്ട് നമുക്ക് എത്താനും സാധിക്കുന്നത്. ഇനി ലിപ് പ്രിന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെയിൻ ആയിട്ടും ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും, നമ്മളുടെ മെയിൽ ആണോ ഫീമെയിൽ ലിപ് പ്രിന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അതിന് ജെൻഡർ ഓൾസോ നമുക്ക് ഇതിന് റിവീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ലിപ് പ്രിന്റ്സിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഇനി നമുക്ക് നോക്കാം ലിപ് പ്രിന്റ്സ് എങ്ങനെയുള്ള ക്രൈം സീൻസിലൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു സെക്ഷുവൽ അസോൾട്ട് ക്രൈംസിലോ അല്ലെങ്കിൽ നമ്മളുടെ ലിപ്സ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ക്ലോസ് കോണ്ടാക്ട് വരുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോഴോ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മൾ സിഗരറ്റ് ബട്ട്സിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസ് വെയറിലോ അങ്ങനെയുള്ള ഒബ്ജക്ട്സിലൊക്കെയാണ് നമ്മുടെ ലിപ് പ്രിന്റ്സ് പൊതുവെ നമ്മൾക്ക് കളക്ട് ചെയ്യാനും കാണാനും സാധിക്കുന്നത്. ഇനി ലിപ് പ്രിന്റ്സ് യൂസ് ചെയ്തിട്ട് ഫോറൻസിക് സയൻസിൽ നമുക്ക് മെയിൻ ആയിട്ടും അനലൈസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലിപ് പ്രിന്റ്സിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐഡന്റിറ്റി സ്ഥാപിക്കാൻ പറ്റും. അതായത് ഇന്ന ആളുടെ ലിപ് പ്രിന്റ്സ് ആണ് ഇത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പൊ ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് എല്ലാവരും കൂടുതലും. അപ്പൊ ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരിൽ ലിപ്സ്റ്റിക്കിന്റെ സ്റ്റെയിൻസ് നമ്മൾക്ക് കിട്ടുവാണെങ്കിൽ ഈ ലിപ്സ്റ്റിക് സ്റ്റെയിൻസ് വെച്ച് നമുക്ക് കമ്പാരിസൺ സ്റ്റഡി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്കൊരു സംശയമുള്ള ഒരാളുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അയാളുടെ അടുത്ത് ഒരു ലിപ്സ്റ്റിക് സ്റ്റെയിൻ കിട്ടുന്നു. ആ ലിപ്സ്റ്റിക് സ്റ്റെയിൻ വെച്ചിട്ട് ഇത് ഇയാളുടെ ലിപ്സ്റ്റിക് സ്റ്റെയിൻ, ഈ ലിപ്സ്റ്റിക് സ്റ്റെയിനിൽ എന്തൊക്കെ കോമ്പൗണ്ട്സ് ഉണ്ട്, ഈ ലിപ്സ്റ്റിക് സ്റ്റെയിനിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് സലൈവ കിട്ടാം. അങ്ങനെ നമുക്ക് DNA ചെയ്യാം. അതുപോലെ ലിപ്സ്റ്റിക് സ്റ്റെയിൻസും അല്ലെങ്കിൽ ലിപ് പ്രിന്റ്സും വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഇൻഫർമേഷനിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമുക്ക് ലിപ്സിന്റെ അനാറ്റമി, മോർഫോളജി നോക്കാം. അപ്പൊ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ലിപ് പ്രിന്റ്സ് അല്ലെങ്കിൽ ലിപ്സ് നമ്മൾ രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അപ്പർ ലിപ്പും ലോവർ ലിപ്പും. അതുകൂടാതെ കുറെ വരകളും ചുളിവുകളും, അതായത് റിങ്കിൾസ് ആൻഡ് ഗ്രൂവ്സ് എന്നൊക്കെ പറയും, ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പർ ലിപ്പ് എന്നും ലോവർ ലിപ്പ് എന്നുമാണ്. അപ്പൊ അപ്പർ ലിപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് പോലെ അപ്പർ ലെഫ്റ്റ്, അപ്പർ മിഡിൽ, അപ്പർ റൈറ്റ്. അതേപോലെ തന്നെ ലോവർ ലിപ്പിനെ മൂന്നായിട്ട് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ലോവർ ലെഫ്റ്റ്, ലോവർ മിഡിൽ, ലോവർ റൈറ്റ്. ഇങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള ലിപ്സിന്റെ ഒരു അനാറ്റമി വരുന്നത്. ഇതുകൂടാതെ തന്നെ നമ്മൾ റിങ്കിൾസും ഗ്രൂവ്സ് എന്ന് പറഞ്ഞ വരകൾ, ചുളിവുകളൊക്കെ ഉണ്ട്. അതും ഓരോരുത്തരുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷന് യൂസ്ഫുൾ ആണ്. അതായത് അതും ഒരാളുടെ ജനനം മുതൽ ഒരാളുടെ മരണം വരെ ഈ ലിപ് പ്രിന്റ്സും ഈ പാറ്റേൺസും എല്ലാം യുണീക്ക് ആണ്, പെർമനന്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ഇതിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വ്യൂ പോയിന്റിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡേറ്റ്സും ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ്, ലിപ്സിന്റെ സ്റ്റഡീസ് തുടങ്ങിയത് തന്നെ 1902 1902 ഒരു ഫ്രാൻസിലുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു R. ഫിഷർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ലിപ്സിന്റെ പാറ്റേൺസ് യുണീക്ക് ആണ്, ഓരോ വ്യക്തിയിലും അത് ഡിഫറെന്റ് ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചത് R. ഫിഷർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഇനി അദ്ദേഹം തന്നെയായിരുന്നു ഈ ലിപ് പ്രിന്റ്സിന്റെ അനാറ്റമി എല്ലാം ക്ലോസ് ആയിട്ട് പഠിച്ചതും.
ഇനി നമുക്ക് വീണ്ടുമുള്ള അഡ്വാൻസ്മെന്റ് നോക്കാം. 1932 എഡ്മണ്ട് ലൊക്കാർഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്, ഈ എഡ്മണ്ട് ലൊക്കാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫോറൻസിക് സയൻസിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹവും ലിപ് പ്രിന്റ്സ് യൂസ് ചെയ്തിട്ട് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ പോസിബിൾ ആണ് എന്നുള്ള സ്റ്റഡി പ്രൂവ് ചെയ്തു. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1950s ലേ മോയ്നെ സ്നൈഡർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ലിപ് പ്രിന്റ് പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് ഒരു ക്രൈമിനെ സോൾവ് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ലിപ് പ്രിന്റ്സ് കൂടെ പോസിബിൾ ആണ് എന്ന് ഒരു കേസിലൂടെ തെളിയിച്ചത് ആരാണ്? 1950 ലേ മോയ്നെ സ്നൈഡർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഇനി 1960 വരുമ്പോഴത്തേക്കും ഡോക്ടർ മാർട്ടിൻ സാന്റോസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ആദ്യമായിട്ട് ലിപ്സിന്റെ പാറ്റേൺസ് അതിനെ ക്ലാസിഫൈ ചെയ്തത്. അപ്പൊ ഓരോരുത്തരിലും വ്യത്യസ്തമാണെങ്കിൽ ആ വ്യത്യസ്തമായിട്ടുള്ള പാറ്റേൺ എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ഡോക്ടർ മാർട്ടിൻ സാന്റോസ് ഇൻ ദ ഇയർ 1960. അപ്പൊ അദ്ദേഹം കുറെ സ്ട്രെയിറ്റ് ലൈൻസ് ഉണ്ട്, അല്ലെങ്കിൽ കർവ്ഡ് ലൈൻസ് ഉണ്ട്, ആംഗിൾഡ് ലൈൻസ് ഉണ്ട് ലിപ്സിൽ, ഇങ്ങനെ എല്ലാ പാറ്റേൺസിനെയും അദ്ദേഹം വ്യത്യസ്തമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഇനി 1970 വരുമ്പോഴത്തേക്കും രണ്ട് ജാപ്പനീസ് സയന്റിസ്റ്റുകളായിട്ടുള്ള സുസുക്കി ആൻഡ് സുക്കിഹാഷി, ഈ രണ്ട് സയന്റിസ്റ്റ് ആണ് കുറച്ചുകൂടി ഇലാബറേറ്റഡ് ആയിട്ട് കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. അവരെന്ത് ചെയ്തു, ഒരു 1300-ലധികം ഇൻഡിവിജ്വൽസിന്റെ ലിപ് പ്രിന്റ്സ് അവർ കളക്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം ഈ ലിപ് പ്രിന്റ്സിനെ എല്ലാത്തിനെയും വ്യത്യസ്തമായ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ നോക്കി. ഈ ക്ലാസിഫിക്കേഷന്റെ പേരാണ് സുസുക്കി ആൻഡ് സുക്കിഹാഷി ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഈ ക്ലാസിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നെക്സ്റ്റ് കമ്മിങ് സ്ലൈഡ്സിലെല്ലാം പഠിക്കും. ഇനി നമുക്ക് 1972 മക്ഡൊണാൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് കുറച്ചും കൂടി ലിപ് പ്രിന്റ് പാറ്റേണിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കണ്ടുപിടിച്ചത്. അതായത് ഇപ്പൊ ഫിംഗർ പ്രിന്റ്സും പാം പ്രിന്റ്സും എല്ലാം ഐഡന്റിക്കൽ ട്വിൻസ്, അതായത് ഒരേപോലെ നമുക്ക് കാണുമ്പോൾ ഒരേ ഫീച്ചേഴ്സ് ഉള്ള, നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നാത്ത ഐഡന്റിക്കൽ ആയിട്ടുള്ള ട്വിൻസിൽ വരെ ഈ ലിപ് പ്രിന്റ്സിന്റെ പാറ്റേൺ എല്ലാം ഡിഫറെന്റ് ആണ്. അവരിൽ വരെ നമുക്ക് ഈസി ആയിട്ട് അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഓരോ പേഴ്സണും ഡിഫറെന്റ് ആണ് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ് മക്ഡൊണാൽ ഇൻ ദ ഇയർ 1972. ഇനി ഇത്രയും അഡ്വാൻസ്മെന്റ്സ് എല്ലാം ലിപ് പ്രിന്റിൽ നടന്നു. അപ്പൊ ഇപ്പോ പ്രസന്റ് ഡേയിൽ ഈ കീലോസ്കോപ്പി അഥവാ ഈ ലിപ് പ്രിന്റ്സിന്റെ സ്റ്റഡി നമ്മൾ ഫോറൻസിക് സയൻസിൽ ഒരു സപ്പോർട്ടിംഗ് ടൂൾ ആയിട്ട് ഇപ്പൊ കോടതികളെല്ലാം അംഗീകരിച്ച് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ലിപ് പാറ്റേൺസിന്റെ ഒക്കെ കൂടുതൽ ഫർദർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്താണെന്നും ക്ലാസിഫിക്കേഷൻസ് എന്താണെന്നും ഇനിയുള്ള സ്ലൈഡ്സിൽ നമുക്ക് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് മാർട്ടിൻ സാന്റോസിന്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പൊ മാർട്ടിൻ സാന്റോസിന്റെ ക്ലാസിഫിക്കേഷനിൽ രണ്ട് ടൈപ്പാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്. ഒന്ന് സിമ്പിൾ റിങ്കിൾസും രണ്ടാമത് കോമ്പൗണ്ട് റിങ്കിൾസും. ഇപ്പൊ സിമ്പിൾ റിങ്കിൾസിൽ തന്നെ അദ്ദേഹം 4 ടൈപ്പ് ഓഫ് സബ് ക്ലാസിഫിക്കേഷൻ ചെയ്തു. ഒന്നാമത്തെയാണ് സ്ട്രെയിറ്റ് ലൈൻസ്, അതായത് നമ്മൾക്ക് ലിപ് പ്രിന്റ് പാറ്റേണിൽ നേരെയായിട്ടുള്ള വരകൾ, ഏതെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരകൾ ഇതിൽ ഉണ്ടെങ്കിൽ അതിനെ സ്ട്രെയിറ്റ് ലൈൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നു. രണ്ടാമത് കർവ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും വളഞ്ഞ ഏതെങ്കിലും വളവുകളോ അല്ലെങ്കിൽ ചുളിവുകളോ ഉള്ളതിനെ കർവ്ഡ് ലൈൻസ് എന്ന് പറയുന്നു. പിന്നെ ആംഗിൾഡ് ലൈൻസ്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ചെരിഞ്ഞ് ഇരിക്കുന്ന വരകളെ നമ്മൾ ആംഗിൾഡ് ലൈൻ എന്ന് പറയുന്നു. ഇനി സൈൻ ഷേപ്ഡ് എന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടി ട്വിസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് കോയിൽഡ് ആയിട്ട് വളഞ്ഞും തിരിഞ്ഞും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണത്തിന് സൈൻ ഷേപ്ഡ് കർവ് എന്നും നമ്മൾ ഈ സിമ്പിൾ പറയണം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോക്കാം, അതാണ് കോമ്പൗണ്ട് റിങ്കിൾസ്. കോമ്പൗണ്ട് റിങ്കിൾസിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തെ ബൈഫർക്കേറ്റഡ്, രണ്ടാമത്തെ ട്രൈഫർക്കേറ്റഡ്, മൂന്നാമത്തെ അനോമലസ്. ബൈഫർക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബൈ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ബൈ എന്ന് വെച്ചാൽ 2. അപ്പൊ ബൈഫർക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു വര തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു, അതായത് ഒരു വരയിൽ തന്നെ 2 ചില്ലകൾ വരുന്ന പോലെ നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പൊ 2 ചില്ലകൾ ആയതുകൊണ്ട് അതിനെ അതൊരു ബൈഫർക്കേറ്റഡ് എന്ന് പറയുന്നു. ഇനി ട്രൈഫർക്കേറ്റഡ് എന്ന് പറയുമ്പോൾ ട്രൈ എന്ന് വെച്ചാൽ 3. അപ്പൊ ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ 3 ചില്ലകളായിട്ട് അല്ലെങ്കിൽ 3 ലൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതിനെ ട്രൈഫർക്കേറ്റഡ് എന്ന് പറയാം. ഇനി അനോമലസ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പറയത്തക്ക ഒരു ഫീച്ചർ ഒന്നും ഇല്ല, എന്നാൽ ഏതെങ്കിലും ഇപ്പം മേളിൽ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സിന്റെ ഒക്കെ കോമ്പിനേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പ്രത്യേക ഒരു പാറ്റേൺ ഒന്നും ഇല്ലാതെ വരുന്നതിനാണ് നമ്മൾ അനോമലസ് എന്ന് പറയാം. അപ്പൊ ഈ മാർട്ടിൻ സാന്റോസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് 2 മെയിൻ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത് സിമ്പിൾ റിങ്കിൾസും രണ്ടാമത്തത് കോമ്പൗണ്ട് റിങ്കിൾസും. ഇനി കുറച്ചും കൂടിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തതാണ് 1970 സുസുക്കി ആൻഡ് സുക്കിഹാഷി എന്ന് പറയുന്ന 2 ജാപ്പനീസ് സയന്റിസ്റ്റ്. അവര് കൊടുത്ത ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ഗ്രൂപ്പ്സ്. അതിൽ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ എക്സ്ട്രാ കൂടെ വരുന്നുണ്ട്. ഒന്ന് കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ഗ്രൂപ്പ്സും രണ്ടാമത്തത് പാർഷ്യൽ സ്ട്രെയിറ്റ് ഗ്രൂപ്പ്സും. അതായത് കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ഗ്രൂപ്പ്സ് നമ്മൾ ഈ ഇമേജിൽ കാണുന്ന പോലെ തന്നെ
സ്ട്രെയിറ്റ് ആയിട്ട് ഈ ലിപ് പ്രിന്റിന്റെ ഒരറ്റത്തുനിന്ന് മുതൽ അടുത്ത അറ്റം വരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലൈൻസിനെയാണ് നമ്മൾ കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ തന്നെ സബ് ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പാർഷ്യൽ സ്ട്രെയിറ്റ് ഗ്രൂവ്സ്. അതിൽ നമുക്ക് കാണാം ഒരറ്റത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റേ അറ്റത്തോട്ട് എത്തിയിട്ടില്ല, അതായത് പാർഷ്യൽ ആണ്, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ലൈനാണ്. അതിനാണ് നമ്മൾ പാർഷ്യൽ സ്ട്രെയിറ്റ് ഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ബ്രാഞ്ച്ഡ് ഗ്രൂവ്സ്. ഇത് നമ്മൾ നേരത്തെ ബൈഫർക്കേഷനും ട്രൈഫർക്കേഷനും ഒക്കെ പറഞ്ഞ പോലെ ബ്രാഞ്ച്ഡ് ആണ്, അതായത് ചില്ലകൾ ഉണ്ടെന്നുള്ളത് ഒന്ന് ഇമാജിൻ ചെയ്യാതെ. അപ്പൊ അതായത് ഒരു ലൈൻ വരുന്നു, ആ ലൈനിൽ നിന്ന് തന്നെ വേറെ ചെറിയ ചെറിയ സബ് ലൈൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അങ്ങനെയാണ് ബ്രാഞ്ച്ഡ് ഗ്രൂവ്സ് പറയാം. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ഇന്റർസെക്റ്റഡ് ഗ്രൂവ്സ്. അപ്പൊ ഇന്റർസെക്റ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കൂട്ടിമുട്ടുന്നു. അപ്പൊ ഒരു ലൈനിൽ തന്നെ കൂട്ടിമുട്ടല്, ഇപ്പൊ നമുക്ക് ഇമേജിൽ കാണുന്ന പോലെ തന്നെ കൂട്ടിമുട്ടുന്ന ലൈനുകൾ ഉള്ളതിനെയാണ് നമ്മൾ ഇന്റർസെക്റ്റഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് റെറ്റിക്കുലർ ഗ്രൂവ്സ്. ഈ റെറ്റിക്കുലർ ഗ്രൂവ്സിൽ വരുന്നത് ഒരു വലയുടെ ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു മെഷ് ലൈക്ക് അല്ലെങ്കിൽ ഒരു കുറച്ചൊരു ലൈൻസ് വന്നിട്ട് അതിലൊരു മെഷ് പോലെയോ വല പോലെയോ ഒക്കെ കാണുന്ന ഒരു പാറ്റേണിലുള്ളതാണ് റെറ്റിക്കുലർ ഗ്രൂവ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ. ഇനി അഞ്ചാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അൺഡിഫറൻഷിയേറ്റഡ് ഗ്രൂവ്സ്. ഈ അൺഡിഫറൻഷിയേറ്റഡ് ഗ്രൂപ്പ്സിൽ മേളിൽ പറഞ്ഞ ഈ 4 ക്ലാസിഫിക്കേഷന്റെ ഏതെങ്കിലും മിക്സ്ചറോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഡോട്ട്സ് ആയിട്ടോ പ്രത്യേകിച്ച് ഒരു പാറ്റേൺ ഒന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ അൺഡിഫറൻഷിയേറ്റഡ് ഗ്രൂപ്പ്സ് എന്ന് ഉള്ള ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. അപ്പൊ ഈ സുസുക്കി ആൻഡ് സുക്കിഹാഷി 1970 എന്ത് ഫോർമുലേറ്റ് ചെയ്തു? 5 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് ഫോർമുലേറ്റ് ചെയ്തു. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ ആണ് സ്ട്രെയിറ്റ് ഗ്രൂപ്പ്സ്. അതിൽ തന്നെ 2 എണ്ണം ഉണ്ട്, കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ഗ്രൂപ്പ്സും ഉണ്ട്, പാർഷ്യൽ സ്ട്രെയിറ്റ് ഗ്രൂപ്പ്സും ഉണ്ട്. ഇനി രണ്ടാമത്തെയാണ് ബ്രാഞ്ച്ഡ് ഗ്രൂപ്പ്സ്, മൂന്നാമത്തെയാണ് ഇന്റർസെക്റ്റഡ് ഗ്രൂപ്പ്സ്, നാലാമത്തെയാണ് റെറ്റിക്കുലർ ഗ്രൂപ്പ്സ്, അഞ്ചാമത്തെയാണ് അൺഡിഫറൻഷിയേറ്റഡ് ഗ്രൂപ്പ്സ്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ മെയിൻ ആയിട്ടും ഒരു ക്രൈം സീനിലോട്ട് കാണുമ്പോൾ പല തരത്തിലുള്ള ലിപ് പ്രിന്റ്സ് നമുക്ക് എൻകൗണ്ടർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതിൽ 3 ടൈപ്പാണ് മെയിൻ ആയിട്ടും നമ്മൾ നോക്കുന്നത്. ഒന്നാമത് വിസിബിൾ ആയിട്ടുള്ള ലിപ് പ്രിന്റ്. വിസിബിൾ എന്ന് പറയുമ്പോൾ തന്നെ ആ പേര് പോലെ തന്നെ വിസിബിൾ ആയിട്ട്, അതായത് നമുക്ക് നേരെ നോക്കുമ്പോൾ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഒരു ഡിറ്റക്ഷൻ ടെക്നിക്കോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ടെക്നിക്കോ ഒന്നും വേണ്ട, നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു ലിപ് പ്രിന്റിന്റെ ടൈപ്പിനെയാണ് നമ്മൾ വിസിബിൾ എന്ന് പറയുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഒരു സർഫസിൽ നമ്മുടെ ലിപ് പ്രിന്റ് പാറ്റേൺ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു ലിപ് പ്രിന്റ് പാറ്റേൺ ആണ്. അതിനാണ് നമ്മൾ വിസിബിൾ ലിപ് പ്രിന്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റന്റ് അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ലിപ് പ്രിന്റ്സ് ആണ്. ഇപ്പൊ ലേറ്റന്റ് അല്ലെങ്കിൽ ഹിഡൻ എന്ന് പറയുമ്പോൾ ഹിഡൻ ആയിട്ടുള്ളത്, എന്നാൽ നമുക്ക് നേരെ നോക്കുമ്പോൾ നമ്മുടെ നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റാത്ത ലിപ് പ്രിന്റ്സ്. അതെങ്ങനത്തെ ലിപ് പ്രിന്റ്സ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സർഫേസിലോ ഒരു ടിഷ്യൂലോ ഒരു നാപ്കിനിലോ നമ്മളുടെ ലിപ് പ്രിന്റ്സ് നമ്മൾ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി അതിനെ നമുക്ക് ഫർദർ ആയിട്ട് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഇതിന്റെ പാറ്റേൺസ്, ഇത് ഏത് ഗ്രൂപ്പ്സ് ആണ്, ഏത് റിങ്കിൾസ് ആണ് എന്നുള്ളതൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് ടെക്നിക്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഏതെങ്കിലും ഒരു പൗഡർ ഡസ്റ്റിങ്, നമ്മളിപ്പോ സിനിമയിലെല്ലാം കാണുന്ന പോലെ ഫിംഗർ പ്രിന്റ് എല്ലാം നമ്മൾ പൗഡർ വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ടെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാണാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ ലേറ്റന്റ് ലിപ് പ്രിന്റ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സർഫേസിൽ എന്തെങ്കിലും പൗഡറോ അങ്ങനെ എന്തെങ്കിലും ഒരു എൻഹാൻസ്മെന്റ് ടെക്നിക്ക് വെച്ചിട്ട്, സ്പെഷ്യൽ പ്രോസസിംഗ് ടെക്നിക്കുകൾ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിനാണ് നമ്മൾ ലേറ്റന്റ് അല്ലെങ്കിൽ ഹിഡൻ ലിപ് പ്രിന്റ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് അധികം അങ്ങനെ കാണാത്ത ഒരു ലിപ് പ്രിന്റ് പാറ്റേൺ ആണ് പ്ലാസ്റ്റിക് പ്രിന്റ് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മോൾഡബിൾ ആയിട്ടുള്ള സർഫേസ് ലൈക്ക് ഒരു ക്ലേയോ അല്ലെങ്കിൽ ഒരു വാക്സോ പോലെയുള്ള സർഫേസുകളിൽ നമ്മുടെ ലിപ്സിന്റെ പ്രിന്റ്സ് കാണാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മോൾഡബിൾ സർഫേസസിന്റെ ലിപ് പ്രിന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെങ്കിലും ക്ലേയും പ്ലാസ്റ്റർ ഓഫ് പാരിസ് എല്ലാം വഴിയാണ് നമ്മൾ ഇതിലെല്ലാം ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയുള്ള ക്ലേ, വാക്സ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സർഫേസസുകളിൽ ഈ ലിപ് പ്രിന്റ്സ് കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലാസ്റ്റിക്, ഒരു 3D ഇംപ്രഷൻ ആയിരിക്കും പ്ലാസ്റ്റിക് പ്രിന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്കിത് എങ്ങനെ നമ്മൾ ലിപ് പ്രിന്റ്സ് ഡെവലപ്പ് ചെയ്യാം? നമ്മൾ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ലിപ് പ്രിന്റ്സ് ആയിരിക്കും. കാണാൻ പറ്റുന്ന ലിപ് പ്രിന്റ്സ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഫോട്ടോഗ്രാഫി എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് വേറൊരു സർഫേസിലേക്ക് മാറ്റാം. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റാത്ത ലിപ് പ്രിന്റ്സ് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ഉണ്ടാവാം, അതിൽ ചിലപ്പോൾ പാർഷ്യൽ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ലിപ് പ്രിന്റ്സ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ലിപ് പ്രിന്റ്സിനെ ഡെവലപ്പ് ചെയ്യണം. ഡെവലപ്പ് ചെയ്തെടുത്താലാണ് നമുക്ക് അത് ഫർദർ ആയിട്ട് ഇതിൽ ഏതൊക്കെ ഗ്രൂവ്സ് ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിക്ക് നമുക്ക് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് ലിപ് പ്രിന്റ്സിൽ ഏതൊക്കെ ടെക്നിക്സ് ഉണ്ടെന്ന് നോക്കാം. 3 ടെക്നിക്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്നാമത് ഒരു പൗഡർ മെത്തേഡ്, രണ്ടാമത്തത് കെമിക്കൽ മെത്തേഡ്, മൂന്നാമത്തത് ഒരു എക്സ്റേ മെത്തേഡ്. അപ്പൊ പൗഡർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പൗഡേഴ്സ് യൂസ് ചെയ്തിട്ടോ
അതായത് നമ്മളൊരു ലിപ് പ്രിന്റ്സ് നമ്മളൊരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ ഒരു ടിഷ്യൂലൊക്കെ നമ്മുടെ ലിപ് പ്രിന്റ്സ് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ലിപ്സിലുള്ള ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെറ്റ് കണ്ടീഷൻ, വെള്ളമോ അങ്ങനെ സലേവിയോ ഒക്കെ കാരണം നമ്മുടെ ലിപ്സിന്റെ പാറ്റേൺ അവിടെ ഫോം ചെയ്യുന്നു. ഈ ഫോം ചെയ്ത പാറ്റേൺ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രഷ്, പൗഡറിൽ ഏതെങ്കിലും ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ അതിനെ കളക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പൗഡർ മെത്തേഡ് ഓഫ് ലിപ് പ്രിന്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം, കെമിക്കൽ മെത്തേഡാണ്. കെമിക്കൽ മെത്തേഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഡൈ യൂസ് ചെയ്തിട്ടോ ഏതെങ്കിലും ഒരു ഫ്ലൂറസൻ ഡൈ, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു UV ലൈറ്റ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് അതിൽ എൻഹാൻസ്മെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അയോഡിൻ ഫ്യൂംസ്, അയോഡിന്റെ ഫ്യൂംസ് നമ്മളുടെ ലിപ് പ്രിന്റ്സിൽ നമുക്ക് ഫ്യൂംസ് പതിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലിപ് പ്രിന്റ്സ് എല്ലാം വിസിബിൾ ആയിട്ട് വരും. അങ്ങനെ ഏതെങ്കിലും ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ലിപ് പ്രിന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് കെമിക്കൽ മെത്തേഡ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഒരു ടെക്നീക്കാണ് എക്സ്റേ മെത്തേഡ് ഓഫ് ഡെവലപ്മെന്റ്. ഈ എക്സ്റേ മെത്തേഡിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ലെഡ് എന്ന് പറയുന്ന പൗഡർ ആണ്. ഈ ലെഡ് പൗഡർ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ നമ്മൾ ലെഡ് പൗഡറിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഒരു എക്സ്റേ ഫിലിമിലേക്ക് നമ്മൾ ഇതിനെ കോപ്പി ചെയ്യുന്നു. ആ മെത്തേഡിനെയാണ് നമ്മൾ എക്സ്റേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ 3 ഡെവലപ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. ഒന്ന് പൗഡർ മെത്തേഡ്, രണ്ടാമത്തത് കെമിക്കൽ മെത്തേഡ്, മൂന്നാമത്തത് എക്സ്റേ മെത്തേഡ്. ഇനി നമുക്ക് ഈ ടോപ്പിക് ഒന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കീലോസ്കോപ്പി എന്ന് പറയുന്നതാണ് ലിപ് പ്രിന്റ്സിന്റെ സ്റ്റഡി എന്ന് പറഞ്ഞു. സയന്റിഫിക് സ്റ്റഡി ഓഫ് ലിപ് പ്രിന്റ്സ് ഇസ് കോൾഡ് ആസ് കീലോസ്കോപ്പി. അപ്പൊ നമ്മൾ ഈ ഫിംഗർ പ്രിന്റ്സും അതേപോലെ DNA ഒക്കെ പോലെ തന്നെ എല്ലാവരിലും യുണീക്ക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ലിപ് പ്രിന്റ്സ്. ഈ ലിപ് പ്രിന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഓരോ പേഴ്സണെയും ഐഡന്റിഫൈ ചെയ്യാനും ഒരു കുറ്റവാളിയിലേക്ക് എത്താനുമുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി സെക്ഷൽ അസോൾട്ട് പോലത്തെയുള്ള കേസുകളിലാണ് കൂടുതലായിട്ട് നമ്മൾ ലിപ് പ്രിന്റ് എൻകൗണ്ടർ ചെയ്യുന്നത്. ഇനി നമുക്ക് ലിപ് പ്രിന്റ്സ് എവിടെയൊക്കെ കാണാൻ പറ്റും, അതായത് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ നമ്മുടെ ലിപ്സ് ഏതെങ്കിലും ഒരു സർഫസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് ലിപ് പ്രിന്റ്സ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ഗ്ലാസ്, അല്ലെങ്കിൽ സിഗരറ്റ് ബട്ട്, അല്ലെങ്കിൽ സ്കിൻ, ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളിലൊക്കെയാണ് ലിപ് പ്രിന്റ്സ് മെയിൻ ആയിട്ടും കാണുന്നത്. ഇനി ലിപ് പ്രിന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരാളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ അതേപോലെ തന്നെ അയാളുടെ ജെൻഡറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പുരുഷന്റേതാണോ സ്ത്രീയുടേതാണോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലിപ് പ്രിന്റ്സിന്റെ സ്റ്റഡിയിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ ക്വസ്റ്റ്യൻസിന്റെ രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഏണസ്റ്റ് അക്കാഡമിയുടെ സയന്റിഫിക് ഓഫീസർ എക്സാമിനേഷന്റെ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഗൂഗിൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി കൂടുതൽ ഏതെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റുള്ള വീഡിയോസിലുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.